ഹായ് ഹലോ നമസ്കാരം. ഇന്നൊരു ഞായറാഴ്ചയാണ്. പതിവ് പോലെ അമ്പലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, നേരെ പോകുന്നു തറവാട്ടിലേക്കാണ്. തറവാട്ടിൽ പോയി അച്ഛനും അമ്മയും കൊച്ചച്ചന്മാരും അച്ചമ്മയും പിള്ളേരും ചിറ്റന്മാരും ഒക്കെ ഒരു ഞായറാഴ്ച. എന്നാന്നൊക്കെ പറഞ്ഞാലും ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കോട്ടയംകാരെ സംബന്ധിച്ച് കുറച്ച് ഇറച്ചിയും കുറച്ച് മീനും ഒന്നുമില്ലാത്തൊരു ഞായറാഴ്ചയില്ലല്ലോ, അതാരാണെങ്കിലും അല്ലേ. അപ്പം ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു ഫുഡ് ബ്ലോഗാണേ. ഇതാണ് എൻ്റെ അച്ചമ്മ. അമ്മ ചോദിക്കുന്നത്, ഇത് എന്തുവാടി നീ ഈ കാണിക്കുന്നത്? ഞാനൊരു നല്ല സാരിയെങ്കിലും എടുത്ത് ഉടുക്കത്തില്ലേ എന്നാട്ടോ അമ്മ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ വീട്ടിലെ ബാലതാരങ്ങൾ. ബാലവേല പൊതുവേ നിർത്തിയെങ്കിലും ഇത് നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ ഇത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഇത് നിർത്തിയിട്ടില്ല. അതെന്തുവാട്ടെ, ഈ തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊച്ചച്ചൻ. തേങ്ങ പൊതിക്കുന്നതും ചിരണ്ടുന്നതും എല്ലാം കൊച്ചച്ചനാണ്. കൊച്ചച്ചൻ്റെ സ്വയം പരാമർശത്തിൽ ഒന്നാണ്, ചിറ്റയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് കൊച്ചച്ചനെന്ന്. നമ്മളതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം. പുള്ളിയും ഹാപ്പി, നമ്മളും ഹാപ്പി. പിള്ളേർ തകർത്ത് കളിക്കുന്നുണ്ട്. പിള്ളേരുടെ കളിയും വഴക്കും അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നു. അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് നടന്നു പോയിക്കോളും. ഇത് തിളയ്ക്കുന്നത് കണ്ടോ? ഇതാരാന്നറിയാവോ? ഇതാണ് പേത്ത. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ പേത്തക്കറിയും കപ്പപ്പുഴുക്കും കേട്ടോ. കോട്ടയംകാരെ സംബന്ധിച്ച് ഏതൊരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ കപ്പപ്പുഴുക്കില്ലാതെ പറ്റത്തില്ല. മനോജ് കൊച്ചച്ചൻ്റെ സ്പെഷ്യൽ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഗിരീഷ് കൊച്ചച്ചൻ്റെ വക പേത്തക്കറിയും റെഡി ആയിട്ടുണ്ട്. മോനെ കൊച്ചൻ പോയി ഇലയൊക്കെ വെട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഇലക്കകത്ത് തിന്നുന്നതിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. ഇലയിട്ടു നമ്മൾ നന്നായിട്ട് കപ്പയൊക്കെ അങ്ങ് എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സും അങ്ങ് നിറയുമെന്നല്ലേ. എല്ലാവരും കൂടെ ഒരുമിച്ച് സ്നേഹത്തോടെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അത് വേറെ വില. എപ്പോഴത്തെയും പോലെ തന്നെ യാതൊട്ടും സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ടേ.